അസൂയ, കുശുമ്പ്, ഏഷണി, പരദൂഷണം, കഷണ്ടി ഇതിനൊന്നും മരുന്നില്ലെന്നാണ് പൊതുവെ നാട്ടുകാർക്കിടയിൽ പറയുന്നത്. ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് നമുക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചെയ്തികൾ കാണുമ്പോൾ തോന്നും. അദ്ദേഹം ഒരു വളരെ ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത തരത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത നിമിഷം എന്ത് ചെയ്യും എന്നും ഒരു പിടിയുമില്ല. പൊതുവെ ഈ മനുഷ്യരെല്ലാവർക്കും പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. ഇത് അത്യാഗ്രഹമായാലോ? അതാണ് ഈ ഡൊണാൾഡ് ട്രംപിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂയോർക്ക് ടൈംസ് പറയുന്നു, ഇന്ത്യക്കെതിരെ അനാവശ്യമായി ഈ ഇരട്ട ചുങ്കം ചുമത്താൻ ഒരു കാരണമുണ്ട്. ആ കാരണം മറ്റൊന്നുമല്ല, ട്രംപിന്റെ അതിമോഹമാണ്. ആ അതിമോഹത്തിന് കൂട്ടുനിൽക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ അദ്ദേഹം സമ്മർദ്ദം ചെലുത്തി. മോദി പറഞ്ഞു, പറ്റില്ല, പോയി പണി നോക്ക് ട്രംപേ എന്ന് മോദി മറുപടി നൽകി. ഈ മറുപടിയാണ് ട്രംപിനെ ചൊടിപ്പിച്ചതും ഇന്ത്യക്കെതിരെ ഇരട്ട ചുങ്കം ചുമത്താൻ ട്രംപിനെ പ്രേരിപ്പിച്ചതും എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് ഇന്ത്യയിലെ മാധ്യമങ്ങളൊന്നുമല്ല റിപ്പോർട്ട് ചെയ്തത്. ഇത് അമേരിക്കയിൽ നിന്ന് ന്യൂയോർക്ക് ടൈംസ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അവർ പ്രസിദ്ധീകരിച്ചതാണ്. അതായത് ജൂൺ 17 അവസാനമായിട്ട് ട്രംപ് നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത്. അന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു, എനിക്ക് വേണ്ടി എന്നെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് താങ്കൾ ശുപാർശ ചെയ്യണം എന്ന് നരേന്ദ്രമോദിയോട് നമ്മുടെ മഹാനായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരട്ട ചുങ്കൻ ആവശ്യപ്പെട്ടു. ഇത് നരേന്ദ്രമോദി നിരാകരിച്ചു. അദ്ദേഹം പറഞ്ഞു, സാധിക്കില്ല. കാരണം ഇന്ത്യ പാക് സംഘർഷത്തിൽ താൻ ഇടപെട്ടെന്നും തൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഈ രണ്ട് രാജ്യങ്ങളും വെടിനിർത്തലിലേക്ക് പോയതെന്നും ആണ് ട്രംപ് അവകാശപ്പെട്ടത്. രണ്ട് രാജ്യങ്ങളോടും താൻ പറഞ്ഞു, യുദ്ധത്തിലല്ല, സംഘർഷത്തിലല്ല, നിങ്ങൾ വ്യാപാരത്തിൽ ശ്രദ്ധിക്കൂ, വ്യാപാരം പുഷ്ടിപ്പെടുത്തൂ, എത്രയും വേഗം വെടിനിർത്തിക്കോണം, ഇല്ലെങ്കിൽ ഇത് അമേരിക്ക ഇടപെടും എന്നൊക്കെ ട്രംപ് അങ്ങ് വെച്ച് കാച്ചി. പക്ഷേ അതിനുശേഷം നരേന്ദ്രമോദിയോട് സംസാരിച്ചപ്പോൾ നിലയാകെ തെറ്റി. അദ്ദേഹം നരേന്ദ്രമോദിയോട് പറഞ്ഞത്, ഞാൻ ഇടപെട്ടത് കൊണ്ടാണ് ഈ യുദ്ധം ഇവിടെ അവസാനിപ്പിച്ചത്, പാകിസ്ഥാനെ വെടിനിർത്താൻ പ്രേരിപ്പിച്ചത് ഞാനാണ്, അതുകൊണ്ടാണ് പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ DGMO നിങ്ങളെ വിളിച്ച്, നിങ്ങളുടെ രാജ്യത്തെ DGMOയെ വിളിച്ച് വെടിനിർത്തലിന് ആവശ്യപ്പെട്ടത് ഞാൻ നിർബന്ധിച്ചത് കൊണ്ടാണ് എന്നൊക്കെയായിരുന്നു ട്രംപിന്റെ അവകാശവാദം. നരേന്ദ്രമോദി ഇതിനൊന്നും യാതൊരു മറുപടിയും പറഞ്ഞില്ല, ഒരു വിലയും കൽപ്പിച്ചില്ല. ട്രംപിന്റെ ആവശ്യം ഇതെല്ലാം മുൻനിർത്തി ഈ മേഖലയിൽ സമാധാനം കൊണ്ടുവന്നത് ഞാനാണ്, അതുകൊണ്ട് നമുക്കറിയാം, ഇന്ത്യ ഒരു വലിയ രാഷ്ട്രമാണ്, സാമ്പത്തികമായും സൈനികമായും ഒക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന രാഷ്ട്രമാണ്, വളരെ വേഗത്തിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലാകട്ടെ, ബഹിരാകാശ രംഗത്താകട്ടെ, സർവ്വമേഖലയിലും വലിയ വികസന കുതിപ്പ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. അപ്പോൾ ആ ഇന്ത്യയുടെ വാക്കുകൾക്ക് വലിയ വിലയുണ്ട്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നരേന്ദ്രമോദി എന്നെ ശുപാർശ ചെയ്യണം, എന്നെ സഹായിക്കണം എന്നായിരുന്നു ട്രംപിന്റെ ആവശ്യം. നരേന്ദ്രമോദി പറഞ്ഞു, ഞാനത് ചെയ്യില്ല, എൻ്റെ ജോലി അതല്ല, മാത്രമല്ല നിങ്ങൾ ഈ കാര്യത്തിൽ ഒന്നും ഇടപെട്ടിട്ടില്ല, എനിക്ക് എൻ്റെ രാഷ്ട്രത്തിൻ്റെ നന്മയും അതിൻ്റെ ഭാവിയെക്കുറിച്ചും മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ, മറ്റുള്ളവരോടൊക്കെ നല്ല സഹകരണം കാഴ്ചവെക്കാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ ഈ അനാവശ്യമായ ഇടപെടലുകൾ ഞങ്ങൾ അനുവദിക്കില്ല, അതുപോലെ തന്നെ ഇത്തരം ശുപാർശകൾ നടത്തുന്ന പാരമ്പര്യം നമുക്കില്ല, അതുകൊണ്ട് ഞാനത് ചെയ്യില്ല എന്നുള്ളൊരു രീതിയിലാണ് നരേന്ദ്രമോദി മറുപടി കൊടുത്തത്. എന്തായാലും അതോടുകൂടി ട്രംപിന് വലിയ വൈരാഗ്യം ഇന്ത്യയോടും നരേന്ദ്രമോദിയോടും ആരംഭിച്ചു. ആ വൈരാഗ്യമാണ് ഇന്ത്യക്കെതിരെ ഇരട്ട ചുങ്കം ചുമത്താൻ ട്രംപിനെ പ്രേരിപ്പിച്ചതെന്നും അങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചതെന്നും ന്യൂയോർക്ക് ടൈംസ് പറയുന്നു. എന്തായാലും നമുക്കറിയാം, ട്രംപ് ഒരു വിടുവായനാണ്. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇറാൻ ഇസ്രയേൽ പ്രശ്നത്തിലും ഇസ്രയേൽ
ഗാസയിൽ ആക്രമണം നടത്തിയപ്പോഴും ഒക്കെ നമ്മൾ ട്രംപിന്റെ വിടുവായത്തനം കണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് റഷ്യ ഉക്രൈൻ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കും എന്ന് പറഞ്ഞാണ് ട്രംപ് രംഗത്ത് വന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം അത് അവസാനിപ്പിക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, കൂടുതൽ വഷളാക്കുകയും ചെയ്തു നമ്മുടെ ഈ മഹാനായ ട്രംപ്. അപ്പോൾ ട്രംപിന് വാസ്തവം പറഞ്ഞാൽ നൊബേൽ സമ്മാനത്തിന് അർഹനാണ് ട്രംപ്. കാരണം എന്താന്ന് വെച്ചാൽ, വളഞ്ഞ വഴിയിലൂടെ ഇന്ത്യയും ചൈനയും മെരുക്കാൻ ശ്രമിച്ചതോടുകൂടി പരസ്പരം അകന്നു നിന്നിരുന്ന രണ്ട് രാജ്യങ്ങളും ഒരുമിച്ചു. ആ കാഴ്ച നമ്മളിപ്പോൾ ഷാങ്ഹായ് ഉച്ചകോടിയിൽ കണ്ടു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും അവിടെ ഒരുമിച്ച് നിന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത് പുതിയ വ്യാപാര തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതും രണ്ട് രാജ്യങ്ങളുടെയും മുന്നോട്ടുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാൻ ശ്രമിക്കുന്നതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ കൂടി അതിനോടൊപ്പം ചേർന്നപ്പോൾ അതിന് മധുരം കൂടി. സത്യത്തിൽ ആകെ അന്തം വിട്ടിരിക്കുകയാണ് ട്രംപ്. കാരണം ഈ പരസ്പരം പോരടിക്കാൻ, കടിച്ചു കീറാൻ കാത്തുനിന്ന രണ്ട് രാഷ്ട്രങ്ങളെ ട്രംപിന്റെ ഈ വളഞ്ഞ ബുദ്ധി, വക്രബുദ്ധി ഒരുമിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. ആ അർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്ക് ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കാവുന്നതാണ്. കാരണം ഏഷ്യയിൽ ഒരു വലിയ സമാധാനത്തിന്റെ അന്തരീക്ഷം മടക്കി കൊണ്ടുവരാൻ ട്രംപിന്റെ ഈ കുതന്ത്രങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് കൊണ്ട്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ന്യൂയോർക്ക് ടൈംസ് ഇതൊന്നും വെറുതെ പറയുന്നതല്ല. ട്രംപിന് വേണമെങ്കിൽ അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം. അമേരിക്കയിലാവുമ്പോൾ അതിനുള്ള വകുപ്പുണ്ട്. വലിയ രീതിയിൽ അത് ഒരു പക്ഷേ കോടതി വ്യവഹാരത്തിലേക്ക് ചെന്നെത്തിയേക്കാം. എന്തായാലും ന്യൂയോർക്ക് ടൈംസിന്റെ വാക്കുകളെ നമുക്ക് മുഖവിലേക്ക് എടുക്കാം. ട്രംപ് വളരെയധികം ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നൊബേൽ സമ്മാനം, സമാധാനത്തിനുള്ള നൊബേൽ അവാർഡ്. നമുക്ക് ഇന്ത്യ പാക് സംഘർഷം താൽക്കാലികമായെങ്കിലും വെടിനിർത്തൽ അവിടെ ഉണ്ടായപ്പോൾ ട്രംപിന് വേണ്ടി, ട്രംപിന്റെ സമാധാന ശ്രമങ്ങളെ ശ്ലാഘിച്ചുകൊണ്ട് ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ കൊടുക്കണം, അതിന് അദ്ദേഹം അർഹനാണെന്ന് പറഞ്ഞ് ആദ്യം രംഗത്ത് വന്നത് മറ്റാരുമല്ല, ഈ പാകിസ്ഥാനിലെ തോറ്റതിന് അവാർഡ് കിട്ടിയ, ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം കിട്ടിയ അസീം മുനീർ എന്ന സൈനിക മേധാവി രംഗത്ത് വന്നത് നമ്മൾ കണ്ടു. അതിന് പ്രത്യുപകാരമായിട്ട് ഈ അസീം മുനീറിനെ വൈറ്റ് ഹൗസിൽ വിളിച്ച് ശാപ്പാട് കൊടുത്ത ട്രംപിനെയും നമ്മൾ കണ്ടു. അതിനുശേഷവും ഈ അസീം മുനീറിനെ അമേരിക്കയിൽ വിളിച്ച് ട്രംപ് ചർച്ച നടത്തുന്ന കാഴ്ചയും ലോകം കണ്ടു. ഇങ്ങനെയെല്ലാം വളരെ വൈരുദ്ധ്യാത്മകമായി പ്രവർത്തിക്കുന്ന, നിലപാടുകൾ എടുക്കുന്ന, പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ സംസാരിക്കുന്ന, നിലപാടെടുക്കുന്ന, പ്രവർത്തികൾ ചെയ്യുന്ന ട്രംപിനെയാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അമേരിക്കയുടെ വൈറ്റ് ഹൗസിലേക്ക്, പ്രസിഡന്റിന്റെ വസതിയായ വൈറ്റ് ഹൗസിലേക്ക് ഒരു രാജ്യത്തിൻ്റെയും സൈനിക മേധാവിയെ ഒറ്റയ്ക്ക് വിളിച്ച് ചർച്ച നടത്തിയിട്ടില്ല. ഇതിനു മുമ്പ് അവിടുന്ന് ശാപ്പാട് കൊടുത്തിട്ടില്ല. ഇതിപ്പോൾ ആദ്യമായിട്ട് ട്രംപ് അമേരിക്കയ്ക്ക് തുല്യമായ പരിഗണന പാകിസ്ഥാൻ സൈനിക മേധാവിക്ക് ഉണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിൽ പെരുമാറി. എന്തായാലും നമുക്ക് പതിവില്ലാത്ത കാഴ്ചകളാണ്, ചരിത്രത്തിൽ മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അതിനെല്ലാം വളം വച്ച, അല്ലെങ്കിൽ അതിനെല്ലാം കാരണമായ ട്രംപ് ഇപ്പോൾ തൻ്റെ അതിമോഹം തുറന്നു പറയുകയാണ്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് ഞാനാണ് അർഹൻ, അതിന് നിങ്ങൾ എല്ലാവരും എന്നെ പിന്തുണയ്ക്കണം. ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും അമേരിക്കയും ഒക്കെ അതിന് പിന്തുണയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നടക്കാതെ പോയതിലുള്ള അസൂയയും കുശുമ്പുമാണ് ഇന്ത്യക്കെതിരെ ഈ ഇരട്ടച്ചുങ്കം ചുമത്താൻ, പിഴയടക്കം ചുമത്താൻ ട്രംപിനെ പ്രേരിപ്പിച്ചിരിക്കുന്നതെന്നും ന്യൂയോർക്ക് ടൈംസ് പറയുന്നു.